ഹായ്, ഞാൻ ഗൂഗിൾ. ഞാൻ അഞ്ജലി. ഇത് ഞങ്ങളുടെ മോളാണ് ഗീത. സോ ഇത് ഞങ്ങളുടെ വീടാണ് ഇത്താര. ഇപ്പോ വീട് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഐഡിയ ഞങ്ങൾക്കൊരു വീട് ബിൽഡ് ചെയ്യണം എന്നൊരു ഐഡിയ ഞങ്ങൾക്ക് 3 വർഷം മുമ്പ് ഉണ്ടായതാണ്. അന്നാണ് ഞങ്ങൾ ഇവിടെ ഇവിടെ നമ്മുടെ കാര്യവട്ടം എടുത്ത് ലാൻഡ് പർച്ചേസ് ചെയ്തത്. വീട് വയ്ക്കാനുള്ള ഇനിഷ്യൽ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. പിന്നെ ഇത്താരയെ പറ്റി വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഈച്ച് ആൻഡ് എവറി ഏരിയ എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റി ആദ്യം തൊട്ട് ഞങ്ങൾക്ക് ധാരണ ഉണ്ടാകും. ലിവിംഗ് ഏരിയ ആണെങ്കിലും ഡൈനിങ് സ്പേസ് ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് ആദ്യമേ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഈച്ച് ആൻഡ് എവറി സ്പേസ് യുണീക്ക് ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ഫ്രം ലിവിംഗ് ഏരിയ, ഞങ്ങൾ ഇരിക്കുന്ന ലിവിംഗ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും നമ്മളുടെ ടി വി ഇരിക്കുന്നതിന്റെ ബാക്ക് ഡ്രോപ്പ് ആയ വോള് നമുക്ക് ബ്രിക്ക് പ്ലാനഡ് ആയിരിക്കണമെന്ന്, അതിന്റെ സൈഡിൽ നമുക്കൊരു ഫിഷ് പോണ്ട് വേണമെന്ന്, പാഷ്യോ സ്പേസ് വേണമെന്ന്, ഫിഷ് പോണ്ട് വേണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് ആദ്യം തൊട്ടേ ഉള്ളത്. നമ്മൾ ഫിഷ് പോണ്ടിന്റെ അവിടെ ആണെങ്കിൽ പോലും നമ്മൾ കൊടുത്ത ക്ലാഡിങ്സ് ആണെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിച്ച പ്ലാൻസ് ആണെങ്കിൽ പോലും നമ്മൾ വളരെ പിക്കി ആയിട്ട് എടുത്തതാണ്. എസ്പെഷ്യലി എന്റെ വൈഫ് ആണെങ്കിലും എന്റെ ബ്രദർ ആണെങ്കിലും ഇവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ചൂസ് ചെയ്യാൻ പിടിക്കുകയാണ്. അവർ ഓരോന്നൊക്കെ പോയിട്ട് ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് മാത്രമേ ഫൈനലൈസ് ആവത്തുള്ളൂ. ഇവിടെ എടുത്തേക്കുന്ന ഓരോ സാധനങ്ങളും അതേപോലെ നമ്മൾ ചൂസ് ചെയ്തെടുത്തേക്കുന്ന സാധനങ്ങളാണ്. നിങ്ങളിപ്പോ പോണ്ടിന്റെ അവിടെ കാണുന്നതാണെങ്കിൽ പോലും ഒരു ബേബി ബുദ്ധ, പിന്നെ ഒരു ഫ്രോഗിന് എന്ത് കാണാം, അതിനൊരു വാട്ടർ വരുന്നേക്കാം. ലിവിംഗ് സ്പേസ് അങ്ങനെ തന്നെ. ഇപ്പൊ സോഫ സെറ്റ് ആണെങ്കിൽ പോലും ഈവൻ ടി വി യൂണിറ്റ് പോലും അതിന് മാച്ചിങ് ചെയ്യുന്ന രീതിയിൽ നേരത്തെ പ്ലാൻഡ് ആയിരുന്നു എങ്ങനെ വേണമെന്ന്. അതിന് കണ്ടിന്യൂ ചെയ്യുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഹാർട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വീടിന്റെ. അപ്പോൾ ആ ഡൈനിങ് സ്പേസ് ആണെങ്കിൽ പോലും അവിടെ യൂസ് ചെയ്തിരുന്ന ഫർണിച്ചർ ആണെങ്കിൽ പോലും നമ്മൾ നോർമലി കൺവെൻഷണൽ ഡൈനിങ് മാറിയിട്ട് നമ്മൾ ഒരു ലൈവ് എഡ്ജ് പോലെയുള്ള ഒരു കോൺസെപ്റ്റ് പറയാം. ലൈവ് എഡ്ജ് പോലത്തെ ഫർണിച്ചറാണ്. ഇപ്പൊ ഫർണിച്ചറിന്റെ ബാക്കിലാണെങ്കിൽ പോലും നമുക്കൊരു ഓപ്പൺ ഡോർ വേണമെന്ന്. കമ്പാരിറ്റീവ്ലി ഞങ്ങളുടെ ഡൈനിങ് സ്പേസ് ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമേ ഉണ്ടാകുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്മളുടെ അവിടുത്തെ ഒരു സ്ലൈഡിംഗ് ഡോർ പോലത്തെ ഒരു ഓപ്പണിംഗ് വേണമെന്ന്. നമുക്കൊരു എക്സ്റ്റൻഷൻ പോലെ അവിടെ ചെറിയൊരു പാഷ്യോ സ്പേസ് ഉണ്ട്. അവിടെ ഒരു എക്സ്റ്റൻഷൻ പോലെ ഞങ്ങൾക്ക് സീറ്റിംഗ് ചെയ്യും. ആ സീറ്റിംഗിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു 5 പേര് ഡൈനിങ്ങിൽ ഇരുന്നാലും എക്സ്ട്രാ ഇപ്പോൾ 2 പേര് വന്നാലും നമുക്ക് അത് ഓപ്പൺ ചെയ്ത് ഈ ഡൈനിങ് ഏരിയ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 2 പേർക്ക് അവിടെ നിന്ന് ചായ കുടിച്ച് ഇങ്ങോട്ടേക്ക് സംസാരിക്കാൻ പറ്റണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു പർപ്പസ്. ആ ഒരു സ്പേസിൽ അതും ഞങ്ങൾക്ക് ആഗ്രഹിച്ചിരുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ദെൻ കമ്മിങ് ടു കിച്ചൺ സ്പേസ്, ഞങ്ങൾക്ക് കിച്ചൺ ആണെങ്കിൽ പോലും ഞങ്ങളുടെ ആദ്യമായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരു ക്ലോസ് കിച്ചൺ വേണം എന്നുള്ളതായിരുന്നു. കാരണം ഞങ്ങൾ ഒരുവിധം വീട്ടിലെ എല്ലാവരും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കിച്ചൺ മിക്കപ്പോഴും മെസ്സി ആവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലീനിങ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പർപ്പസ് ആണ് നിർബന്ധം. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലോസ് കിച്ചൺ വേണമെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. കമ്മിങ് ടു ദ നെക്സ്റ്റ് ഫ്ലോർ, ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്ന ഒരു റൂഫ് ഗാർഡൻ സ്പേസ്. ഞങ്ങൾ ഈ റൂഫ് ഗാർഡൻ സ്പേസ് ആദ്യം തൊട്ടേ ഞങ്ങളുടെ മനസ്സിൽ കയറി കൂടിയ സാധനം. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈൻ ഹോംസിലെ അരുണിന്റെ മുമ്പത്തെ വീടുകൾ കണ്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ അരുണിനെ ആദ്യം പരിചയപ്പെടുമ്പോൾ തന്നെ അരുൺ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത വീടുകൾ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അരുണിന്റെ കൂടെ തന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അരുണിന്റെ വർക്കിന് അതൊരു ഹൈലൈറ്റ് ആയിട്ട് നിന്നൊരു സാധനമാണ് റൂഫ് ഗാർഡൻ എന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഞങ്ങളെ അട്രാക്ട് ചെയ്ത സാധനം. അപ്പൊ ഞങ്ങൾക്കും അങ്ങനെ ഒരു റൂഫ് ഗാർഡൻ വേണം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് മിക്കതും ഒരു ഓപ്പൺ സ്പേസ് ഓഫ് റൂഫ് ഗാർഡൻ. ഞങ്ങൾ അത് ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ, അലോങ് വിത്ത് ആരും ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഞങ്ങളുടെ ബെഡ്റൂമിന്റെ അതൊരു എക്സ്റ്റൻഷൻ പോലെയാണ് ആയത്. അതായത് നമുക്കത് ബെഡ്റൂമിൽ നിന്ന് നമ്മളുടെ ഓപ്പൺ ഡോർ തുറന്ന് നമുക്ക് ആ റൂഫ് ഗാർഡനിലേക്ക് ഇറങ്ങാം. ആ റൂഫ് ഗാർഡൻ ക്യാൻ ബി യൂസ് ആസ് എ ഗാർഡൻ ആസ് വെൽ ആസ് എ റീഡിംഗ് സ്പേസ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു അലമാര പോലൊരു സ്പേസ്, അതായത് ഒരു ലൈബ്രറി പോലൊരു സ്പേസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കും ഇച്ചിരി അതിന്റെ ഒരു ഹാർട്ടായിട്ട് വളരെ തേരിയുടെ ഹാർട്ടായിട്ട് ഫീൽ ചെയ്തൊരു സ്പേസ് ആണ് ആ റൂഫ് ഗാർഡൻ പറയുന്നത്. ഇറ്റ് കംപ്ലീറ്റ്ലി കോംപ്ലിമെന്റ്സ് വിത്ത് വാട്ട് വി ഹാവ് ഡൺ ഇൻ അവർ ബെഡ്റൂം ആൻഡ് വാട്ട് വി ഹാവ് ഡൺ ഫോർ ദ ബാൽക്കണി. ദാറ്റ് ഹാസ് ഹെൽപ്ഡ് us a lot. Then coming to കിഡ്സ് റൂം, ഞങ്ങൾക്ക് മുകളിൽ കിഡ്സ് റൂമും കൂടെ ഉണ്ട്. ഇപ്പൊ ഫോർ ദ ടൈം ബീങ് അതൊരു ഗസ്റ്റ് റൂം ആയിട്ട് വർക്ക് ചെയ്യുമായിരിക്കും. ബട്ട് ഗോയിങ് ഫോർവേഡ് ഇറ്റ് വിൽ ബി കിഡ്സ് റൂം.
ഫോർ അവർ ഏക്ക. സോ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നതാണെങ്കിലും കേർട്ടൻസ് ചൂസ് ചെയ്തേക്കുന്നതാണെങ്കിലും എല്ലാം അങ്ങനെ ഒരു വൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ്. ഇവിടെ കിഡ്സ് റൂം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കാണാം ആ ഒരു ബേവിന്റെ പോലത്തെ സ്പേസ് ഉണ്ട് വിച്ച് അവർ ഗേൾ കംപ്ലീറ്റ്ലി അലോസ്. സോ കളിക്കാനാണെങ്കിലും ഒരാൾക്ക് ഈവൻ കിടക്കാൻ പോലും ആ ഒരു സ്പേസ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലാണെങ്കിൽ പോലും ഞങ്ങൾ ഉള്ള സ്പേസിൽ ചെടികളാണെങ്കിലും അതേപോലെ തന്നെ ഫിഷ് ആണെങ്കിലും ഞങ്ങൾക്ക് വീട്ടിൽ ഡോഗും ഉണ്ട്. അപ്പൊ ഞങ്ങൾ കമ്പാരിറ്റീവ്ലി അങ്ങനെയാണ് ഞങ്ങൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഇൻവോൾവ് ആയി ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ വയ്ക്കുന്ന വീട്ടിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് പ്ലാന്റ്സ് ആനിമൽസിന്റെ ഇൻവോൾവ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റുന്ന രീതിക്കുള്ള പ്ലാന്റേഷൻസ് ഗ്രീനറി ഒക്കെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ പോലും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ വാട്ട് എവർ യു സീ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ ഹോം ദേ ആർ ഓൾ ലൈഫ് പ്ലാന്റ്സ്. വീട് കംപ്ലീറ്റ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സാധനം ഒരു ഗ്രീൻ ടച്ച് ഓഫ് ഗ്രീൻ ഞങ്ങൾ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ എൻട്രൻസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പിക്ചർ ദാറ്റ് ഇറ്റ്സെൽഫ്. ആ വാൾ, ആ പിക്ചർ, ആ പ്ലാന്റ് അതെല്ലാം പണ്ടേ ഞങ്ങളുടെ മനസ്സിലുള്ളതാണ് എങ്ങനെ വേണം എന്നുള്ളത്. എക്സാക്ട്ലി ഞങ്ങൾ കൊടുത്തത് അതുപോലെ തന്നെ അവര് ചെയ്തതിന് അവിടെ ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് ചെയ്യേണ്ടത് അരുണിനെയും അരുണിന്റെ റിസോഴ്സസിനെയാണ്. കാരണം ഈവൻ ദോ വി ഹാഡ് ഐഡിയാസ് ലൈക്ക് ഇന്ന സ്ഥലം ഇങ്ങനെ വേണമെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം റീൽ എടുത്ത് ഈവൻ ഞങ്ങളുടെ കാഷ്വൽ സ്പേസ് പോലും പോണ്ട് പോലും ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ റീൽ എടുത്ത് ഞാൻ ഷെയർ ചെയ്തത്. പക്ഷെ അത് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് ഈവൻ ഒരു 99% അതിനോട് നീതി പുലർത്തി എന്നുള്ള രീതി അത് ഇംപ്ലിമെന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് അതുപോലെ തന്നെ കാണുന്ന രീതിക്ക് നമുക്ക് ചെയ്തിട്ടുണ്ട്. കമ്മിങ് ടു ഫേർണിച്ചേഴ്സ് ലൈക്ക് ഇന്റീരിയേഴ്സ് ഞങ്ങളിപ്പോ ക്രോക്കറി യൂണിറ്റ് ആണെങ്കിലും TV യൂണിറ്റ് ആണെങ്കിലും ഞങ്ങൾ കബോർഡ് സ്പേസസ് ആണെങ്കിലും ഞങ്ങൾ ഇതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ പിന്നെ ഇൻട്രസ്റ്റിൽ നിന്നോ എടുത്തിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതെല്ലാം എക്സാക്ട് ഞങ്ങൾ എങ്ങനെ കണ്ടോ അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ തന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ഫീൽ ചെയ്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവരുടെ വർക്ക് നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ ഒന്ന് ക്വാളിറ്റി, കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി. ഞങ്ങൾക്ക് അത് കാണുമ്പോഴാണെങ്കിലും ഈവൻ ദോ വി ആർ ഇൻഎക്സ്പീരിയൻസ് ടു ജഡ്ജ് ഹൗ തിങ്സ് ആർ ഡൺ, ഞങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് പറഞ്ഞ കാര്യം ചെയ്തിരിക്കുന്ന വർക്കിന്റെ ക്വാളിറ്റീസ്. അപ്പൊ ഞങ്ങൾ ക്വാളിറ്റിയിൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ വേ വി കമ്മ്യൂണിക്കേറ്റ് വിത്ത് അത്. നമ്മൾ എന്ത് പറഞ്ഞാലും അവരുടെ കയ്യിൽ നമുക്ക് ആദ്യം കിട്ടുന്ന വാക്കെന്ന് പറയും ചെയ്യാം. ഞങ്ങൾ ഇതുവരെയായിട്ട് ഒരു നോ അവരുടെ കേട്ടിട്ടുണ്ട്. അതുപോലെ നോ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഒരു മണ്ടൻ ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നോൺ പ്രാക്ടിക്കൽ ആയിട്ടൊരു കാര്യമായിരിക്കും. അല്ലാതെ ഏത് കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വേറൊരു രീതി ചെയ്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അങ്ങനെ ഒരു ഒപ്പീനിയൻ ഞങ്ങൾക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ ആണെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. അത് ഈ വീടിനെ മൊത്തത്തിൽ ഡിസൈൻ ചെയ്ത് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാനും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡിസ്കഷൻസ് വരുമ്പോഴാണ് നല്ല പ്രോഡക്ട്സ് വരിക എന്ന് പറയുന്നത് പോലെ നമ്മൾ സംസാരിച്ച് അരുണിനോട് സംസാരിച്ച് നമ്മൾ പല ഒപ്പീനിയൻസ് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ചെയ്യാലോ അങ്ങനെ ചെയ്യാലോ. അരുണിന്റെ സൈഡിൽ നിന്നും അങ്ങനത്തെ ഒപ്പീനിയൻസ് വന്ന് കുറച്ചും കൂടി ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാണ് നമ്മൾ ഓരോ സ്പേസും ഡിസൈൻ ചെയ്തിരുന്നത്. ഈവൻ ഞങ്ങൾ ചൂസ് ചെയ്ത ഒരു ഗ്രീൻ വോളം, അതായത് 4 ഗ്രീൻ വോളം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടാണ് ഫൈനലിലേക്ക് ഞങ്ങൾ എത്തിയത്. സോ അതിനുള്ള ക്ഷമ കാണിച്ചു, അതിനുള്ള ടൈം എടുത്ത് ഞങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. സോ ക്വാളിറ്റി ഓഫ് ദ വർക്ക്, the way it was implemented, we are very happy with what we have achieved as a whole.